ചങ്ങായിമാരെല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും സംഘികൾ വേടനെ വിടാത്തോളം കാലം നമ്മൾ വേടന്റെ കൂടെ തന്നെയാണ്. നിങ്ങളും വേടന്റെ കൂടെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്കിന്ന് വേടൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ കേൾക്കാം. വേടൻ നമ്മൾ ഉണ്ടല്ലോ കാലം ഇങ്ങനെ സമയം കഴിയുന്നതിന് വേടനോടുള്ള ഇഷ്ടം കൂടി വരുന്നിട്ടാ. പ്രത്യേകിച്ച് വേടന്റെ വരികൾ തീയാണെങ്കിൽ ഉണ്ടല്ല, വേടൻ മറ്റുള്ള ഈ പരിപാടി എല്ലാത്ത സമയങ്ങളിൽ ചാനലുകാർക്ക് മറ്റും കൊടുക്കുന്ന അഭിമുഖം ഉണ്ടല്ലോ, അതിലൊക്കെ എത്ര മാന്യമായിട്ടാണ് വേടന്റെ സംസാരം കേട്ടാ. ഈ സംഘികൾ ഇങ്ങനെ തൂറി എറിയുമ്പോൾ എത്ര മാന്യമായിട്ടാണ് ആ ചങ്ങായി സംസാരിച്ചിട്ട് ആ സംഘികളെ ആകെ അണ്ണാക്കി കൊടുക്കുന്നറിയാം. പാട്ടിലൂടെ ശക്തമായിട്ട് തീയായിട്ട് കൊടുക്കും. എല്ലാത്ത സമയം ഉണ്ടല്ല മാന്യമായി സംസാരിച്ചിട്ട് കൊടുക്കേണ്ട പോലെ കിട്ടേണ്ട പോലെ അണ്ണാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വേടനെ കഴിയും. അതാണ് ഈ ചങ്ങായിയോട് ഇഷ്ടം കൂടി വരുന്നേട്ടാ. നമുക്ക് ഇന്ന് വേടൻ ചാനലുകാർക്ക് കൊടുത്ത ഒരു ബൈറ്റ് കേൾക്കാം. ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. വേടന്റെ 5 വർഷം മുന്നേയുള്ള പ്രധാനമന്ത്രിയെ വിമർശിച്ചെന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് തന്നെ ഈ സംഖ്യക്ക് തലയിൽ വരുന്ന വിചാരിച്ച് ഈറ്റിങ്ങൾക്ക് ബുദ്ധി വേണ്ടേ? 5 വർഷം കഴിഞ്ഞില്ലേ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിട്ട് പ്രധാനമന്ത്രിയെ അത് വിമർശിച്ചെന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. അതില് കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ കഴിഞ്ഞാൽ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പൊ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. അതായത് വേറെ പാട്ട് നിർത്തൂല സംഘികളെ. നിങ്ങളിങ്ങനെ പറഞ്ഞ് കരഞ്ഞ് നാട്ടുകാർ നിങ്ങളെ തെറി വിളിച്ചിട്ട് നാട്ടുകാർ നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഈ സവർണ സംഘികളെ കേരളത്തിലെ നല്ലവരായ ജനങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ നിർത്തും. അല്ലാണ്ട് വേടന്റെ പാട്ടുണ്ടല്ലോ, നിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള പാട്ട് അതൊരിക്കലും നിർത്തൂല എന്ന് തന്നെയാണ് ഒന്നാണായിട്ട് നിവർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ മുന്നിൽ പറയുന്നത്. നിങ്ങളെ കള്ളപ്പരാതികളും നിങ്ങളെ തെറിവിളികളും ഒന്നും വേടന്റെ വിഷയമല്ലോ. വേടൻ നിങ്ങളെല്ലാം അണ്ണാക്കിൽ വേടന്റെ പാട്ടിലൂട്ടം തരും കേട്ടാ. വേടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ തിരിച്ചു തെറിയിലൂട്ടിയും തരും. നിങ്ങൾ അങ്ങനെ തെറി വിളിക്കുമ്പോൾ നിങ്ങളെ വെറുതെ വിടുന്നില്ല. തിരിച്ച് അതുപോലെ ഏത് കമന്റ് അല്ലേ ഏത് പോസ്റ്റിലായാലും നിങ്ങൾ തെറി വിളിച്ചാലും കാണുന്നുണ്ടല്ലോ സംഘികളെ അണ്ണാക്ക് തരുന്നു. നിങ്ങൾ തള്ളക്കുളിക്കുമ്പോൾ നിങ്ങളെ തള്ളേന്റെയും ഇങ്ങനെ കിട്ടുന്നില്ല. ഉളുപ്പില്ല ഇങ്ങനെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സംഘികളെ. നിങ്ങൾക്ക് ഒന്നാമത് മുഖമില്ലാത്ത സംഘികളാണെങ്കിലും ഇത് എഴുതുന്നോനൊരു മനുഷ്യനല്ലേ, ഓനൊരു അമ്മയും അച്ഛനുണ്ടാവില്ല. ഇങ്ങനെ കേൾക്കാൻ നാണോ ഉളുപ്പും ഇല്ലടോ. ഒന്ന് കൊടുത്തിട്ട് 1000 തള്ളക്ക് വാങ്ങുന്ന നായ്ക്കളെ നിങ്ങളെ കണ്ടില്ല കേട്ടാ. പ്രശ്നമായിട്ട് എടുക്കുന്നില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്തിരിക്കും. ഒരു കോംപ്രമൈസും ഇല്ല, ചെയ്തിരിക്കും. നിങ്ങൾ അണ്ണാക്ക് തന്നിരിക്കുന്നതന്നെ വേടൻ പറയുന്നു. അല്ലാണ്ട് കാല് പിടിക്കും പോലെ നല്ല വേടന്റെ സംസാരം കേട്ടാ. നിങ്ങളെപ്പോലില്ല പറയേണ്ടത് നല്ല തന്റെ അടുത്തോടുകൂടി തന്നെയാ പറയുന്ന സംഖ്യകളെ. നിങ്ങൾക്കതിനെ പാടിയിരിക്കും, എഴുതിയിരിക്കും. അതേസമയം തന്നെ ഈ ഇന്ത്യയുടെ സംഖ്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തുഷാറടക്കമുള്ള ഒരു വേടനെ അനുകൂലിച്ച് വേടനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് ഒരു കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയില്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. സംഘികൾ വിളിക്കും, എന്നിട്ട് സപ്പോർട്ട് ഉണ്ടെന്നെല്ലാം പറയും, എന്നിട്ട് ഇടക്കൂട്ട കളിക്കും. അതാണ് സംഘികളെ നമ്പൂല. നീ നമ്പൂലാന്ന് നമുക്കറിയാം, നമ്മളും നമ്പൂല. സംഘികൾ പലതും പറയും, വേട അതിന്റെ കൂടിയുണ്ടേന്ന് അറിയും. എന്നിട്ട് എങ്ങനെ നിന്നെ കൊടുക്കണ്ടേന്ന് സംഘികൾ ചിന്തിക്കും. ഒരിക്കലും വിശ്വസിക്കേണ്ട സംഘികളാണ്. പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ലേ? പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്. അത്ര തന്നെ. വേറെ ഇല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച്. കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. നീ സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നതാടാ. നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പാർട്ടി നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. നീ പറയുന്ന വാക്കുകൾ അതിൽ സത്യമുണ്ടെന്ന് അറിയുന്ന എല്ലാ ജാതി എല്ലാ മതക്കാരും, ഞാൻ ഇതിനകത്ത് ഇന്ന ജാതി ഇല്ലാന്നൊന്നും പറഞ്ഞല്ല കേട്ടാ. എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്. അതായത് കേരളത്തിൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് വേണ്ടി സോഷ്യൽ മീഡിയ കത്തിക്കാൻ നിന്റെ കൂടെ ആൾക്കാരുണ്ടോ, നിന്റെ പാട്ടുകൾ കേൾക്കാൻ ആളുണ്ടോ, എല്ലാം നിന്നോടുള്ള ആരാധനയും നിന്റെ വരികളോടുള്ള ആരാധനയും കൊണ്ടാട്ടാം. ഇല്ലാണ്ട് ഈ സംഘികൾ നിന്നെ ആക്രമിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നീ പറയുന്നത് സത്യമാണ്. അപ്പൊ സംഘികൾക്ക് കുരുപൊട്ടെന്നറിയാം. നിങ്ങൾ എത്ര കുരുപൊട്ടി കഴിഞ്ഞാലും
ഇജ്ജ് പേടിക്കണ്ട മുത്തേ, ഇജ്ജ് പേടിക്കൂലെന്ന് പറയാം. എൻ്റെ കൂടെ കേരളത്തിലെ എല്ലാ വിവരവുമുള്ള മനുഷ്യത്വം ബാക്കിയുള്ള ഒരുപാട് കേരളത്തിലെ ജനങ്ങളുണ്ട്. അവർ നിന്റെ പിന്നാലെയുണ്ട്. സംഖ്യകൾ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കട്ടെ. എന്നാ പിന്നെ വേണ്ട, നിന്നോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരെയെന്ന് നിന്റെ പാട്ടും പിന്നെ നിന്റെ വാക്കുകളും നീ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എത്ര ഉയരത്തിലാണ് നീ നിനക്കറിയാം. എന്നാലും നീ ആ ഉയരം ഒരിക്കലും കാണിക്കുന്നില്ല. നീ ജനങ്ങളോട്, നിന്നെ കാണാൻ വരുന്ന ആൾക്കാരോട് കാണിക്കുന്ന ആ സ്നേഹം അതെപ്പോൾ നിലനിൽക്കുന്ന നമുക്ക് ഉറപ്പുണ്ട്. അത് നിലനിൽക്കണം. സംഖ്യകൾ ഇങ്ങനെയൊക്കെ ആക്രമിച്ചാലും നിന്റെ കൂടെ എല്ലാ മലയാളിയും ഉണ്ട്. മലയാളി മാത്രമല്ല, ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നീ തരം കൈ കൊടുക്കുന്നു. നീ ഇന്ത്യ ലോകം അറിയുന്ന ഒരു നല്ലൊരു പാട്ടുകാരനാട്ടാ. അതുകൊണ്ട് എന്റെ കൂടെ നമ്മളുണ്ട് വേട. എന്നാ പിന്നെ ശരി സുലാൻ.